വീക്ക് 16 കഴിഞ്ഞ് എയർപോർട്ട് സർവീസ്. ഭയങ്കര മടിയാണ് സ്റ്റെപ്പൊക്കെ ചെയ്യാൻ. കുറേ ലാബ്സുകളിൻ്റെ ഇടയ്ക്ക് നടന്നു. പക്ഷേ ലാബ്സിൻ്റെ ഇടയിൽ കൂടെ എങ്ങാണ്ടൊക്കെ ഞാൻ മീറ്റിങ്സ് ഒരെണ്ണം പോലും പാഴാക്കാണ്ട് ചെയ്യാൻ സാധിച്ചു. അത് ദൈവത്തിൻ്റെ ഒരു ഇതുകൊണ്ട് മാത്രമാണ്. എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ഫയർ ചെയ്യാതെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. ഇന്നലെയൊക്കെ ജസ്റ്റ് എങ്ങനെയൊക്കെയാണ് എണീറ്റത്. എന്താണെന്നറിയില്ല, എനിക്ക് ബോധം പോയ ഒരവസ്ഥയാണ്. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ എന്ത് മടുപ്പും, ഇത് വേണ്ട, അല്ലെങ്കിൽ എന്താ പറയുക, സർവീസൊക്കെ എന്തിനാ, ഇതൊന്നും വർക്ക് ചെയ്യില്ല എന്നുള്ള രീതിയിലൊക്കെ മനസ്സ് കളിക്കുകയാണ് ഉള്ളത്. ഇപ്പോൾ ഞാൻ സേവനത്തിൻ്റെ മൂന്നാമത്തെ മാസം കഴിഞ്ഞ അത്ര അത്യാവശ്യം ദിവസങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. 3 മാസം കഴിഞ്ഞിരിക്കുകയാണ്, 4ാമത്തെ മാസത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഒരു 6 മാസങ്ങളിൽ സേവനം ചെയ്തിട്ടാലും നമുക്ക് അതിൻ്റെ എഫക്ട്സ് അറിയാൻ പറ്റുള്ളൂ. എനിക്ക് ആർക്ക് പറയാൻ പറ്റും. അപ്പോൾ ഞാൻ 90 ദിവസം ഓപ്പറേറ്റിലാണ്. അപ്പോൾ സേവനം വളരെ നല്ലൊരു പ്രവൃത്തിയാണ്. ഇത് വളരെ ശക്തി നൽകുന്ന, ഊർജ്ജം നൽകുന്ന, ധൈര്യം നൽകുന്ന ഒരു പ്രവൃത്തിയാണത്. അത് മറ്റുള്ള ആസക്തികളെ സഹായിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതിനുവേണ്ടി കുറച്ച് സമയം പാഴാക്കിയാലും നല്ലത് മാത്രമേ ചെയ്യുള്ളൂ. ഒരു സ്പിരിച്വൽ ബ്രൗണി പോയിൻ്റാണ് നമുക്ക് ലഭിക്കുന്ന സേവനം എന്ന് പറയുന്നത്. അപ്പോൾ ആ കിട്ടിയ ഓപ്പർച്യൂണിറ്റി എന്തൊക്കെ സംഭവിച്ചാലും കളയാതിരിക്കുക എന്നുള്ളതാണ്. രാവിലെ 7:30 എണീറ്റ് ചെയ്യുന്നത് മാത്രമുള്ള ഡ്യൂട്ടിയുള്ളൂ. വേറെ ഒരു വലിയ തേങ്ങ പരിപാടി ഒന്നുമില്ല. ജസ്റ്റ് ഒരു 7 മണിക്ക് ദിവസവും അലാറം വെച്ച് എണീക്കുക, ജസ്റ്റ് 15 മിനിറ്റ് വായിക്കുക, തീർന്നു. അല്ലാണ്ട് ആരും നമ്മളെ ചവിട്ടിക്കൊല്ലാനോ ഇതിന് പുറത്താക്കാനോ വലിച്ചെറിയാനോ ഒന്നും പോകുന്നില്ല. വില്ലിങ്നെസ്സോടെ ഈ പ്രവൃത്തി ചെയ്താൽ എല്ലാവർക്കും കൂടുതൽ ബഹുമാനം കൂടുകയുള്ളൂ. അതോടൊപ്പം തന്നെ സ്റ്റെപ്പ് വർക്കും ചെയ്ത് ഹോണസ്റ്റായിട്ട് സത്യസന്ധമായിട്ട് സോബറിറ്റിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും സോബറാവും. അതിൻ്റെ ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. പിന്നെ ഒരുപാട് കൂടുതലിൻ്റെ കേട്ടാൽ അവരുടെ പുറകെ പോയാൽ ചിലപ്പോൾ അവർ ഈ പറയുന്ന പോലെ അതുപോലൊരു ഇത് നമ്മൾ വിചാരിച്ച പോലെ അവർ പ്രവർത്തിക്കില്ല. കാരണം നമുക്ക് ബാക്കിയുള്ളവരെ നിയന്ത്രിക്കാനൊന്നും പറ്റില്ല. നമ്മൾ വിചാരിച്ച പോലെ അവർ റിയാക്ട് ചെയ്യണം, നമ്മൾ വിചാരിച്ച ആൻസർ അവർ തരണം, അങ്ങനെയൊന്നും പറ്റുമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ധൈര്യം, ശക്തി, ആത്മീയ ശക്തി, അതുപോലെ അവരുടെ ഒരു അംഗീകാരം, റെസ്പെക്റ്റ്, എപ്പോൾ വേണമെങ്കിലും റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടം, പോണ അഡിക്ട്സ്, റിക്കവർ ചെയ്യാൻ പറ്റുന്ന അഡിക്ട്സ്, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ളൊരു കൂട്ടായ്മ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ പ്രഥമമായി ഈ സമയത്ത്. അപ്പോൾ ഞാൻ ദൈവത്തോട് ഇതാണ് അത് മാക്സിമം മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. എന്ത് മടി വന്നാലും എന്ത് മടുപ്പ് വന്നാലും കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. മീറ്റിങ്സ്.